ഗാസയിലായാലും സുഡാനിലായാലും തീവ്രവാദത്തിന്റെ ഇരകളാകുന്നത് നിസ്സഹായരായ സാധാരണ ജനങ്ങളാണ്. അതിന്റെ പിന്നിൽ മത തീവ്രതയും രാഷ്ട്രീയ അജണ്ടകളും ചേർന്ന ഭീകരമായ യാഥാർത്ഥ്യങ്ങളാണ്. ഇസ്രായേലിൽ ജൂത ജനത തങ്ങളുടെ നിലനിൽപ്പിനായി ഹമാസിന്റെ ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ സുഡാൻ, നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹമടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ അതേ മത തീവ്രതയുടെ മറ്റൊരു മുഖമായി പീഡനം അനുഭവിക്കുന്നു. ലോക മാധ്യമങ്ങൾ എപ്പോഴും ഗാസയെ ഹെഡ്ലൈൻ ആക്കുമ്പോൾ ആഫ്രിക്കയിലെ പാവങ്ങൾക്കായി ആരും നിലകൊള്ളുന്നില്ല എന്നതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. ഈ വിഷയമാണ് ഷെഖേന ന്യൂസ് 4 മണി ചർച്ച ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസും സാമൂഹിക നിരീക്ഷകൻ ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റും. അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും 4 മണി ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പൊ സുഡാനിൽ നടക്കുന്ന അക്രമങ്ങളൊക്കെ നമ്മളിപ്പോൾ കുറച്ചു നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ വെറുമൊരു ആഭ്യന്തര കലാപമായി മാത്രം നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ, അതോ ലോകം മുഴുവൻ പ്രചരിക്കുന്ന പോലെ ഒരു ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് മാത്രം നമുക്കതിനെ കാണാൻ സാധിക്കുമോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ ഇന്ന് അക്ഷരാർത്ഥത്തിൽ നരകമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഗാസയിൽ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഗാസയിലെ മനുഷ്യ ജീവൻ, പൊലിഞ്ഞു വീഴുന്ന മനുഷ്യ ജീവന് വിലയുണ്ട്. അതേസമയം ലോകം പലപ്പോഴും മറക്കുകയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന മനുഷ്യ കുരുതി, ജിനോസൈഡ്, എത്തനിക് ക്ലൻസിങ് എല്ലാം ബോധപൂർവമോ അല്ലാതെയോ വിദേശ രാജ്യം, പലപ്പോഴും പാശ്ചാത്യ ലോകം മറക്കുകയാണ്. മാധ്യമങ്ങളും വേണ്ട ശ്രദ്ധ ചെലുത്തി കാണുന്നില്ല. ഇവിടെ ചോദ്യം, ഇത് കേവലം ഒരു വംശീയ വിഷയമാണോ, ഗോത്ര വിഷയമാണോ, ആഭ്യന്തരമായ കലഹം ഒരു സാധാരണ ഒരു രാജ്യത്ത് സംഭവിക്കുന്ന പോലെയുള്ള ഒരു സിവിൽ വാർ ആണോ, അതോ ഔട്ട്സൈഡ് പ്ലെയേഴ്സ്, ലോകശക്തികൾ ഇതിൽ ഇടപെടുന്നുണ്ടോ? ഉത്തരം, ഇത് ആഭ്യന്തര യുദ്ധമായി തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചു പോകുന്നത് ചില ബാഹ്യ ശക്തികളാണ്. നോക്കൂ, സുഡാൻ 1956 സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. ഈജിപ്തിന്റെ കൺട്രോളിൽ നിന്നും, ബ്രിട്ടന്റെ ആധിപത്യത്തിൽ നിന്നും, കൊളോണിയലിസത്തിൽ നിന്നും സുഡാൻ എന്ന രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നൈൽ നദി തെക്കൻ സുഡാനിലൂടെ ഒഴുകി വടക്കൻ സുഡാനിൽ കടന്ന് പിന്നെ ഈജിപ്തിലൂടെ കടന്ന് കൊണ്ടാണ് മെഡിറ്ററേനിയനിൽ പതിക്കുന്നത്. അപ്പൊ ഒരു നൈൽ ഡെൽറ്റ കൂടിയാണ്, ഒരു അപ്പർ നൈൽ ഡെൽറ്റ കൂടിയാണ് ഈ സുഡാൻ എന്ന് പറയുന്ന രാജ്യം. റിസോഴ്സ് റിച്ച് ആണ്. പക്ഷെ 2011 സുഡാൻ എന്ന രാജ്യം ആഭ്യന്തര കലഹത്തെ തുടർന്നുകൊണ്ട് സൗത്ത് സുഡാൻ, ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തെക്കൻ സുഡാൻ അവിടെ എണ്ണ സമ്പന്നമായിരുന്നു, അത് വിഘടിച്ചു പോവുകയാണ്. പക്ഷെ നോർത്ത് സുഡാനാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സുഡാൻ എന്ന രാജ്യവുമായി അറിയപ്പെടുന്നത്. 5.25 കോടി ജനങ്ങളുള്ള, കേരളത്തെക്കാൾ കുറച്ചുകൂടി കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. പക്ഷെ അവിടുത്തെ റിസോഴ്സ് ഇന്നും യുറേനിയം റിസോഴ്സ് ഇൻടാക്റ്റ് ആണ്. അതുപോലെ ഗോൾഡിന്റെ, ആഫ്രിക്കയിലെ തന്നെ 3ാമത്തെ വലിയ സ്വർണ്ണ നിക്ഷേപമുള്ള, സ്വർണ്ണ ഖനികളുള്ള രാജ്യമാണ് സൗത്ത് ആഫ്രിക്കയും നമീബിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റൊഡീഷ്യ അല്ലെങ്കിൽ സാംബിയ, സിംബാബ്വെ മേഖല കടന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സ്വർണം ആഫ്രിക്കയിലുള്ളത് സുഡാനിലാണ്. പ്രത്യേകിച്ചും സുഡാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഡാർഫർ മേഖലയിലാണ് ഈ സ്വർണ്ണ നിക്ഷേപം. ഈ സ്വർണ്ണ ഖനികളിലാണ് പാശ്ചാത്യ ശക്തികളുടെ കണ്ണ്. അതുകൊണ്ട് ആഭ്യന്തരമായി ഒരു കലഹം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെ ഒരു ഏകാധിപത്യ ഭരണകൂടം ഉണ്ടായിരുന്നു ദീർഘകാലം. 1989 അധികാരത്തിൽ വന്ന ഒമർ അൽ ബാഷർ ഭരണകൂടം. ആ ഭരണകൂടം ഏകാധിപത്യ പ്രവണതകൾ കാട്ടി. ആ ഭരണകൂടം തന്നെ വളർത്തിയെടുത്ത ചില ശക്തികളുണ്ട്, ചില ട്രൈബൽ മിലിഷ്യകളുണ്ട്. വെസ്റ്റേൺ ഡാർഫർ മേഖലയിൽ വളർത്തിയെടുത്ത ചില ശക്തികൾ. ആ ശക്തികളാണ് യഥാർത്ഥം ജൻജവീർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ മിലിഷ്യയാണ്. അത് ആ മിലീഷ്യയ്ക്ക് പിന്നെ ഒരു പ്രത്യേക സ്റ്റേറ്റസ് കൊടുക്കുകയാണ്. ഒരു സെമി മിലീഷ്യയായി വന്ന് അവസാനം ഒരു സൈന്യത്തിന്റെ തന്നെ ഭാഗമായി മാറുന്ന ഒരു കാഴ്ചയുണ്ട്. അങ്ങനെയാണ് RSF. അപ്പം അതൊരു വലിയൊരു സൈന്യമായി മാറുക, റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന രൂപത്തിൽ അതൊരു സൈനിക യൂണിറ്റായി മാറുകയാണ്. അതിന്റെ തലപ്പത്ത് ജനറൽ മുഹമ്മദ് ഹംദ ഡഗാലോ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ കീഴിൽ സുസംഘടിതമായ ഒരു സൈനിക ശക്തിയായി അത് വളരുന്നു. അതേസമയം ഈ പറയുന്ന ഏകാധിപതിയായിരുന്ന അൽ ബഷാർ, അദ്ദേഹത്തെ 2019 അദ്ദേഹത്തിന്റെ തന്നെ സൈന്യം സുഡാനി ആംഡ് ഫോഴ്സസ് പുറത്താക്കുന്ന കാഴ്ചയും കണ്ടു. അതിനുശേഷം പിന്നെയുള്ള നാളുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷം നിരന്തരമായി
RSF-ഉം അതുപോലെ സുഡാൻ ആംഡ് ഫോഴ്സസും തമ്മിൽ അധികാരത്തിന് വേണ്ടി അതിശക്തമായ വടംവലി നടത്തുന്നത് നമ്മൾ കണ്ടു. തലസ്ഥാനമായ ഖർത്തൂം ഉൾപ്പെടെ കീഴടക്കി RSF ഏറെ മുന്നോട്ട് പോയി. RSF-ന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി, നമ്മുടെ UAE എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് ആണല്ലോ സ്വർണം. ദുബായ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ ബിസിനസ് കാര്യമായി ലോകത്തെ തന്നെ സ്വർണ്ണ തലസ്ഥാനമായി അറിയപ്പെടുന്നത് ദുബായ് ആണല്ലോ. അവിടേക്ക് സ്വർണം എത്തിക്കുന്ന അനേക ഖനികളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഡാർഫറിലെ സ്വർണ്ണ ഖനികൾ. അതുകൊണ്ട് UAE-യുടെ പിൻബലത്തോടു കൂടിയാണ് RSF പടിഞ്ഞാറൻ സുഡാനിൽ വലിയ രീതിയിലുള്ള നരഹത്യയിലേക്ക് നീങ്ങിയതും. കാരണം അവിടെയുള്ള സ്വർണത്തിന്റെ കൺട്രോളിന് വേണ്ടിയാണ് അവിടെ അധികാരം പിടിക്കാൻ ശ്രമിച്ചതും. അവിടെയുള്ള അറബി ഇതര വംശജരെ എത്നിക് ക്ലെൻസിങ്ങിന് വിധേയമാക്കുക. ഏതാണ്ട് 5 ലക്ഷത്തോളം കുട്ടികളാണ് പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും സുഡാനിൽ മരിച്ചു വീണത്. ആ പ്രദേശത്ത് മാത്രമായ ഡാർഫറിന്റെ തലസ്ഥാനം, ആ തലസ്ഥാന നഗരം അൽ ഫഷിർ എന്ന് പറയുന്ന ഡാർഫർ മേഖലയുടെ വടക്കൻ പ്രദേശത്തിന്റെ ക്യാപിറ്റൽ, ആ പ്രദേശം അക്ഷരാർത്ഥത്തിൽ മനുഷ്യ കുരുതി കളമാണ്. ഇപ്പൊ യെയിൽ യൂണിവേഴ്സിറ്റി തന്നെ പുറത്തുവിട്ട ഒരു സാറ്റലൈറ്റ് പിക്ചർ അനുസരിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് ശവശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ റെഡ് പാച്ചസ് കാണുന്നു. അതുപോലെ മനുഷ്യ ശരീരങ്ങളെ അനുസ്മരിപ്പിക്കുമാറ് വലിയ കൂനകളാണ് കാണുന്നത്. അതൊരു തെളിവാണ്. അതേസമയം അവിടേക്ക് കടന്നു കയറാൻ വിദേശത്തെ ഒരു മാധ്യമങ്ങൾക്കും കഴിയുന്നില്ല. സുഡാനി മാധ്യമങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അതിന്റെ തോത്, ഇവിടുത്തെ വംശഹത്യയുടെ തോത് അളക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് ഏപ്രിൽ 2023 ഈ ആഭ്യന്തര കലഹം, അതിനുശേഷം തന്നെ 50,000-ൽ അധികം മനുഷ്യജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 ലക്ഷത്തിലധികം ശിശുക്കൾ പട്ടിണി കൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 2.5 കോടി ജനം ഒന്നുകിൽ പലായനത്തിലാണ്, അല്ലെങ്കിൽ വീടും കൂടും നഷ്ടപ്പെട്ട പ്രദേശത്ത് നടക്കുന്നത് ഗാസയേക്കാൾ വലിയ ഒരു കൂട്ടക്കുരുതിയും നരഹത്യയും ഒക്കെയാണ്. ഗാസയിൽ എണ്ണം നോക്കുമ്പോൾ, ഒരുപക്ഷെ മരിച്ചവരുടെ എണ്ണം നോക്കുമ്പോൾ, ഗാസയിൽ ഈ ഇസ്രായേൽ ഗാസ സംഘർഷം തുടങ്ങിയതിനു ശേഷം 2 വർഷത്തിനുള്ളിൽ മരിച്ചത് ഏതാണ്ട് 68,000-ഓളം പേരാണ്. ഒരുപാട് പേര് 90% ആളുകൾ ഭവനരഹിതരായി മാറുകയൊക്കെ ചെയ്തത് കാര്യമാണ്. അതേക്കുറിച്ച് മച്ച് ഡിബേറ്റഡ്, മച്ച് ടോക്ഡ് അബൌട്ട് ഇഷ്യൂ ആയി അത് നിലനിൽക്കുമ്പോൾ, ഉക്രൈനിലെ വിഷയമാകട്ടെ, ഗാസയിലെ വിഷയമാകട്ടെ, അതുപോലെ വലിയ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സുഡാനിലെ ജീവനുകൾക്ക് വിലയില്ല എന്ന് പറയുന്നത് ന്യായമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സുഡാൻ വീണ്ടും ഒരിക്കൽ കൂടി ലോക മനസാക്ഷി ഉണർത്തുന്ന രീതിയിൽ വരികയാണ്. ഒരു പക്ഷത്തെ ഈജിപ്റ്റ് സഹായിക്കുന്നു, ഒഫീഷ്യൽ സേന, അതായത് സുഡാനി ആംഡ് ഫോഴ്സസിനെ സഹായിക്കുന്ന ഈജിപ്തും ടർക്കിയും ഇറാനും ഒക്കെയാണെന്നാണ് സംസാരം. മറുവശത്തെ UAE-യുടെ സഹായത്തോടു കൂടിയാണ് RSF. യഥാർത്ഥത്തിൽ വിഭവങ്ങളിലാണ്, ഔട്ട്സൈഡ് പവേഴ്സിന്റെ കണ്ട വിഭവങ്ങളിലാണ് ഈ ഒരു ക്വാഡ് സഖ്യം അവിടെയുണ്ട്. അമേരിക്കയും UAE-യും സൗദി അറേബ്യയും എല്ലാം ചേർന്ന 4 രാജ്യങ്ങൾ, ഈജിപ്തും എല്ലാം ചേർന്ന ഒരു ക്വാഡ് അവിടെയുമുണ്ട്. ആ സഖ്യം പല ആവർത്തി പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചു എങ്കിലും UAE-യുടെ മെല്ലപ്പോക്ക് പലപ്പോഴും സംഭവങ്ങൾ ബുദ്ധിമുട്ടിലാക്കി. പിന്നീട് യൂറോപ്യൻ യൂണിയനും അതുപോലെ ആഫ്രിക്കൻ യൂണിയനും ഈജിപ്തും എല്ലാം കൂടി ചേർന്ന് മറ്റൊരു സമാധാന ശ്രമം നടത്തി. പക്ഷേ ഇതൊന്നും തന്നെ ഫലസമാപ്തിയിലെത്തുന്നത് കണ്ടില്ല. അതുകൊണ്ടാണ് സുഡാൻ എന്ന രാജ്യം ഇന്ന് അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്, ഹൃദയഭേദകമായ കാഴ്ചയാണ് കാണുന്നത്. ശരി. അപ്പം ഫാദർ റോബിൻ, ഇപ്പൊ ലോകം മുഴുവനും നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പം നൈജീരിയ, നൈജർ, അതുപോലെ സുഡാന്, ഇപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ശരിക്കും ഈ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, പല ബാഹ്യശക്തികളുടെ ഇടപെടലും കൊണ്ട് അടിച്ച് നിരപ്പാക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നൈജീരിയയിലെയും അതുപോലെ സുഡാനിലും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടുത്തെ റിസോഴ്സ് എല്ലാം കൈവശപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതിനെ ലോകം മുഴുവനും ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു തീവ്രവാദ രാഷ്ട്രീയം നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു വ്യഗ്രതയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുമോ? ഇപ്പൊ ഈ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന മൊത്തം പ്രശ്നങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ. തീർച്ചയായിട്ടും ലോകം മുഴുവൻ നടക്കുന്ന ഒരു അധിനിവേശ ശക്തികളുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും. ഗാസയെ കുറിച്ച് ആകുലതകളുണ്ട്, ഗാസയെ കുറിച്ച് വിഷമങ്ങളുണ്ട്. പക്ഷേ നൈജീരിയയെ കുറിച്ചും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ, സുഡാനെ കുറിച്ച് പോലും അവിടെയുള്ള കൊല്ലപ്പെടുന്ന ജീവനെ കുറിച്ച്, അവിടെയുള്ള സാധാരണക്കാരായ ആളുകളെ കുറിച്ച് ആശങ്കപ്പെടാൻ ആളില്ല.
ആരെങ്കിലുമൊക്കെ ആശങ്കപ്പെട്ടാൽ അത് കേൾക്കാൻ പാടില്ലാത്തൊരവസ്ഥ നന്നായിട്ടുണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ ആഗോള മാധ്യമങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേക ചില അജണ്ടകൾ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ആഗോളതലത്തിലും ഉണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ മാധ്യമങ്ങളുടെ ആവേശം കുറച്ച് കൂടും. അതായത് ചില കാര്യങ്ങൾ കാണാനും ചില കാര്യങ്ങൾ കണ്ണടയ്ക്കാനും ഉള്ള ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഒരു വൈഭവം നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഒരേ തട്ടിൽ കാണപ്പെടേണ്ട ഒരവസ്ഥ, ആ കാര്യങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ പ്രത്യേകമായ ചില കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പ്രത്യേക കണ്ണടകൾ കൊണ്ട് ലോകത്തെ നോക്കിക്കാണുന്ന ഒരു മാധ്യമ സംസ്കാരം കടന്നു വരികയും ആളുകളുടെ മനസ്സിലേക്ക് തെറ്റായ തരത്തിലുള്ള ചില ധാരണകൾ കടന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോഴുണ്ട്. അതായത് മനുഷ്യന്റെ ജീവന്റെ വില ഇത് എല്ലായിടത്തും ഒരുപോലെ, അത് ഗാസയിലായാലും നൈജീരിയയിലായാലും സുഡാനിലായാലും ഒരേപോലെയാണ്. ആ രീതിയിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിന് അത് കഴിയുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ചില പ്രത്യേകമായ താല്പര്യപ്രകാരമുള്ള അജണ്ടകൾ ഇവിടെ നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരം അജണ്ടകളുടെ ആളുകള് ഒരു പരിധി വരെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാമല്ലോ, സുഡാനിലെ വാർത്തകൾ പോലും പലപ്പോഴും നമുക്ക് ചുറ്റും ഇതൊരു വാർത്തയായിട്ട് പോലും മാറുന്നില്ലല്ലോ. എവിടെ നിന്നെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പേപ്പറിന്റെ ഏറ്റവും അൺവാണ്ടഡ് ആയ ഒരു സ്പേസിൽ ചില വാർത്തകൾ പിടിക്കുന്നു എന്നുള്ളതല്ലാതെ അധികം ഒന്നും ഫ്രണ്ട് പേജിലേക്ക് പോലും വാർത്തകൾ വരുന്നില്ല. പക്ഷേ ഈ ഗാസ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തില് നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇത് ആഘോഷിച്ചത് എന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് അറിയാം, അല്ലെ? ആഴ്ചയില് ബഹുപ്രസംഗങ്ങള്, ആഴ്ചയില് ഫ്രണ്ട് പേജിലെ ചിത്രങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വേദന സുഡാനെ കുറിച്ചും നൈജീരിയയെ കുറിച്ചും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അല്പം നമ്മൾ ഗൗരവത്തോട് തന്നെ കാണേണ്ടതുണ്ട്. അതിന്റെ വാർത്തയ്ക്കുള്ളിലെ വാർത്ത എന്താന്നുള്ളത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട കാര്യം കൂടിയാണത്. ശരിക്കും ലോകം മുഴുവനും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സമാധാനം നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നിർത്തേണ്ടത് ശരിക്കും അതിക്രമിച്ചിരിക്കുന്നത് ശരിയാണ്. കാരണം നമുക്കറിയാം, ഇപ്പൊ ട്രംപ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു, നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനായിട്ട് ഒരു മുൻകൈ എടുക്കുന്നത്. അത് ക്രിസ്ത്യാനികളെ മാത്രമല്ല, പീഡനം അനുഭവിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കുക, മനുഷ്യർക്കൊപ്പം ആയിരിക്കുക. യുവന് പോലും കഴിയുന്നില്ല. യുവന് പോലും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരു ഒരേ രീതി കാണാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ ഗാസയെ കുറിച്ച് പറഞ്ഞ കമന്റുകള് പിന്നീട് അത് കഴിയുന്നില്ല. നമ്മുടെ ഈ നൈജീരിയയെ കുറിച്ചോ അല്ലെങ്കിൽ സുഡാനെ കുറിച്ചോ നിലപാടെടുക്കാനായിട്ട് യുവന് പോലും കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ കാണാതെ പോരുത്. കാരണം എവിടെയൊക്കെയോ ചില അജണ്ടകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ലോകത്തിൽ മൊത്തം വ്യാപിച്ചിരിക്കുന്ന ചില സ്വാധീനങ്ങളുടെ പ്രത്യേകതയായിട്ടൊക്കെ നമുക്ക് ഇതിനെ കാണേണ്ടതായിട്ട് വരും. ട്രംപിന്റെ ആ പ്രസ്താവനയെ പോലും അത് വർഗീയമായിട്ട് പറയാനാ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്? അവിടെ മരിച്ചു വിടുന്ന മനുഷ്യരോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ചേർന്ന് നിൽക്കലായിട്ട് തന്നെ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെ അല്ലല്ലോ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. ശരിയാണ്, വളരെ ശരിയാണ്. ഇപ്പൊ ഒരു മാധ്യമങ്ങൾക്ക് കൊട്ടിഘോഷിക്കാൻ കിട്ടുന്ന ഒരു ന്യൂസ് അവർ മാക്സിമം വളച്ചൊടിച്ച് അതൊരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കാണുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇത്തരം പ്രശ്നങ്ങൾ ആ ഒരു മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു ചാൻസ് ഇല്ല ശരിക്കും? ഇപ്പൊ ഈ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, സൗത്ത് സുഡാന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ സുഡാനും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിനു മുന്നേ ഒരേ രാജ്യമായിരുന്ന ഒരു മേഖല തന്നെയാണല്ലോ ഈ സൗത്ത് സുഡാനും. അവിടെയും ഇത്തരം റിസോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുപോലുള്ള അടുത്ത് കിടക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഇത്തരം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാനും അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ കൂടി ഒരു അശാന്തിയുടെ നിഴലിലേക്ക് വരാനൊക്കെ ഒരു സാധ്യത കാണുന്നില്ല ശരിക്കും? നമുക്കറിയാമല്ലോ, ഒരു കൺവെൻഷണൽ സെൻസിൽ ഇന്ന് കോളനി വാഴ്ച, കോളനി സംസ്കാരം നിലവിലില്ല. ലോകം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡീകോളനൈസേഷൻ മോഡിലേക്ക് പോയി. കോളനി വാഴ്ച അവസാനിച്ചു. ആഫ്രോ ഏഷ്യൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമായി മാറി. പക്ഷേ മറ്റൊരു രൂപത്തിൽ നിയോ കൊളോണിയൽ ടെൻഡൻസീസ്, അതായത് മൂന്നാം ലോക രാജ്യങ്ങളുടെ, ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വിഭവങ്ങൾക്ക് മേലാണ് വികസിത പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണ്. ആഫ്രിക്ക യഥാർത്ഥത്തിൽ റിസോഴ്സ് റിച്ച് ആണ്. ഗ്ലോബൽ സൗത്തിലെ ഏറ്റവും അധികം റിസോഴ്സുകളുള്ള രാജ്യങ്ങൾ പലതും ആഫ്രിക്കയിലാണ്. മിനറൽസ് ആൻഡ് മെറ്റൽസ് ആൻഡ് അഗ്രോ പ്രോഡക്ട്സ് എല്ലാം. പക്ഷെ അവിടെ അതോടൊപ്പം തന്നെ അവിടെ അശാന്തിയുമുണ്ട്. അവിടുത്തെ ഒരു ഗോത്രവർഗ സംസ്കാരം, അത് തമ്മിലുള്ള പടലപിണക്കങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഒരു രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ. നമുക്ക് 2 പതിറ്റാണ്ട് മുമ്പേ റുവാൻഡ, ബുറുണ്ടി, ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വംശീയമായ പ്രശ്നം കണ്ടു. ഹുട്സി ആൻഡ് ടുട്സു വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം നമ്മൾ കണ്ടു. നൈജീരിയയിൽ നോർത്ത് ആൻഡ് സൗത്ത് ഡിവൈഡ് നമ്മൾ കണ്ടു. വടക്കൻ നൈജീരിയ അത് മുസ്ലിം ഡോമിനേറ്റഡ് ആണ്. തെക്കൻ നൈജീരിയ ക്രിസ്ത്യൻ മെജോറിറ്റിയാണ്. അവിടെ ബൊക്ക ഹറാമിനെ പോലെയുള്ള മുസ്ലിം തീവ്ര സംഘടനകൾ
കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത്, മോചനദ്രവ്യം ആവശ്യപ്പെടുന്നത്, വലിയ കലാപം ഉയർത്തുന്നത് നമ്മൾ കണ്ടു. നൈജീരിയയും റിസോഴ്സ് റിച്ച് ആണ്, ഓയിൽ, മിനറൽസ്, മറ്റു വെൽത്ത് എല്ലാം ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങൾ, നമ്മുടെ നൈജീരിയയുടെയും ഈ സുഡാന്റെയും കാര്യം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു പല രാജ്യങ്ങളും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക കൊളാപ്സിലാണ്. അവിടെ കെടുകാര്യസ്ഥത, അഴിമതി, സ്വജനപക്ഷപാതം എല്ലാം ഉണ്ട്. മുൻകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാനായി ഉപയോഗിച്ച ഡിവൈഡ് ആൻഡ് റൂൾ സമാനമായ തന്ത്രമാണ് ഈ അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളും ഇതിന് പുറത്തുള്ള ശക്തികളും ഒക്കെ ആഫ്രിക്കയിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ഇപ്പൊ ഈ രണ്ട് ടൈറ്റൻസ്, രണ്ട് പ്രധാനപ്പെട്ട, നമ്മള് സുഡാനിലെ കാര്യം പ്രത്യേകമായി പറഞ്ഞു, അൽ ബുർഹാനും അതുപോലെ തന്നെ ഡഗാലായും, ഈ രണ്ടു പേരെയും ഈ തമ്മിൽ അടുപ്പിച്ചു നിർത്തുന്നത്, തമ്മിൽ പരസ്പരം ഗുസ്തി പിടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വൈദേശിക ശക്തികളാണ്. നിരന്തരമായി സുഡാനിൽ ആഭ്യന്തര കലഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചില മറഞ്ഞിരിക്കുന്ന ശക്തികളുണ്ട്. ആത്യന്തികമായി സുഡാന്റെ യുറേനിയം ആൻഡ് ഗോൾഡ് വിഭവങ്ങളിലാണ് കണ്ണ്. അതുപോലെ തെക്കൻ സുഡാനാണല്ലോ വിഭജിച്ചു പോയത്. അതാണ് തെക്കൻ സുഡാൻ സാമാന്യം വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്, ഓയിൽ റിച്ച് കൺട്രിയാണ്. അവിടെയുള്ള എണ്ണപ്പാടങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനും വലിയ എണ്ണ റിഫൈനറീസ് കൊണ്ടുവരാനും വലിയ കച്ചവടം നടത്താനുമായിട്ടാണ് പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങൾ, വെളിയിലുള്ള ശക്തികൾ ശ്രമിച്ചത്. സമാനമായ ഒരു സാഹചര്യം മറ്റ് രാജ്യങ്ങളിലേക്കും കൂടെ വ്യാപിക്കുമ്പോൾ ലോക സമാധാനത്തെക്കുറിച്ച് പറയുന്നതെല്ലാം തന്നെ മരീചികയായി മാറുന്നു. ഇവിടെ ഒരു റിലിജിയസ് കൊണോട്ടേഷൻ ബോധപൂർവമായി ചിലപ്പോൾ കൊണ്ടുവരിക. നൈജീരിയയുടെ കാര്യത്തിൽ അമേരിക്ക ഇടപെടുന്നു എന്ന രീതിയിലുള്ള സംസാരമാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്നത്. ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ സൈന്യത്തെ അയച്ചുകൊണ്ട് നൈജീരിയയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി അമേരിക്കയുടെ സേനാ വിഭാഗങ്ങളെ അയക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്നുള്ള പ്രസ്താവന വരെ നടത്തി. ഇത് വെറും ഒരു റിലിജിയസ് കോൺഫ്ലിക്ട് മാത്രമല്ല, റിസോഴ്സുകൾക്ക് മേലുള്ള നിയന്ത്രണത്തിന് വേണ്ടി നടത്തുന്ന കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ട് ആ സെൻസിൽ മാത്രമേ അതിനെ എടുക്കാനാവൂ. ഏഷ്യൻ രാജ്യങ്ങൾ പലതും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലതും ഈ നിയോ കൊളോണിയൽ പ്രഷേഴ്സിനെ അതിജീവിച്ചു. പക്ഷെ ആഭ്യന്തരമായി തന്നെ ചില ബഹുരാഷ്ട്ര കുത്തകൾ കടന്ന് കയറാവുന്ന രീതിയിൽ ആഭ്യന്തരമായ നയങ്ങളുടെ കാര്യത്തിൽ മാറ്റം വരുത്തുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഈ ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ, അതായത് ഭൂമധ്യരേഖയുടെ തെക്ക് തൊട്ട് താഴെയുള്ള, അല്ലെങ്കിൽ ഭൂമിയിൽ മധ്യത്തിൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഈ താഴെയുള്ള രാജ്യങ്ങൾ, ദക്ഷിണ അർദ്ധ ഗോളത്തിലെ രാജ്യങ്ങൾ, അത് മിക്കതും ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾക്ക് അവരുടെ വിഭവങ്ങൾ സംരക്ഷിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു വിതരണാത്മകമായ ലോകക്രമം ഉണ്ടാവില്ല. അതുകൊണ്ട് നിരന്തരം സംഘർഷങ്ങളും ആഭ്യന്തര യുദ്ധവും എല്ലാം ഉണ്ടാകും. അവിടെ പീഡനം അനുഭവിക്കാൻ പോകുന്നത് സാധാരണ ജനങ്ങളാണ്. നോക്കൂ, എത്രത്തോളം പേരാണ് ഡിസ്പ്ലേസ്ഡ് ആകുന്നത്. വളരെ സാമാന്യം നല്ല രീതിയിൽ കഴിയാവുന്ന വിഭവങ്ങളുള്ള രാജ്യമാണ് നൈജീരിയ. പക്ഷെ ലോകത്ത് ഏറ്റവും അധികം അഴിമതിയും ആക്രമവും കെടുകാര്യസ്ഥതയും കൊള്ളിവെപ്പും നടക്കുന്ന രാജ്യമായി നൈജീരിയ മാറിയിരിക്കുന്നു. നോക്കൂ, 70കളിലും 80കളിലും 90കളിലും ഒക്കെ നമ്മുടെ രാജ്യത്ത് നിന്നും എത്ര പേരാണ് അധ്യാപകരായിട്ടും ഉദ്യോഗസ്ഥന്മാരായിട്ടും ടെക്നീഷ്യന്മാരായിട്ടും ഡോക്ടേഴ്സായിട്ടും ഒക്കെ നൈജീരിയയിൽ പോയത്? എത്ര പേരാണ്? അന്നൊക്കെ നല്ല സാമാന്യം ശക്തമായ സാമ്പത്തിക അടിത്തറയുണ്ടായിരുന്നു. അതെല്ലാം തന്നെ തകർന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സുഡാനിലെ കാര്യം, നമ്മുടെ നാട്ടിലെ ആളുകൾ അധികം പേരൊന്നും സുഡാനിൽ പോയതായിട്ട് അറിവില്ല. എങ്കിൽ പോലും സുഡാൻ തീർച്ചയായും മനുഷ്യ മനസ്സിൽ ഒരു കനലായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഡിബേറ്റ് പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ കേരളത്തിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തമസ്കരിക്കുന്നു? ഇത് അച്ഛൻ സൂചിപ്പിച്ചത് വളരെ വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഇവിടെ ഒരു മതപരമായ പരിപ്രേക്ഷ്യം ഉണ്ടായിക്കൊണ്ട്, മനുഷ്യ മനസ്സുകളിൽ വലിയ വിടവുണ്ടാക്കിക്കൊണ്ട് അതിനകത്തു നിന്നൊരു മാർക്കറ്റ് കണ്ടെത്താൻ ചില ശക്തികളെങ്കിലും ശ്രമിക്കുന്നു. വൈകാരികവൽക്കരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ ഒരുപാട് വൈകാരികവൽക്കരിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് ഒരു വ്യൂവർഷിപ്പിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ റീഡർഷിപ്പിലേക്ക് പോവുകയാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് ആ വിഷയങ്ങൾ പ്രോപ്പർലി റെപ്രസെന്റഡ് ആകുന്നു. ഒരു പരിഹാരം കാണാൻ ഒക്കുന്നോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. കേരളത്തിൽ ഗാസയിലെ വിഷയം, ഇസ്രായേലിലെ വിഷയം വൻതോതിൽ ചർച്ചയായി. ഉക്രൈൻ പോലും വൻ ചർച്ചയായതിന്റെ ഒരടിസ്ഥാനം കേരളത്തിൽ നിന്നും മെഡിസിനൊക്കെ പഠിക്കാനായി ഒരുപാട് പേര് ഉക്രൈനിൽ പോയിട്ടുണ്ടായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ വൻതോതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ് എന്ന് പറയട്ടെ, സുഡാനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പോലും പലപ്പോഴും കേരളത്തിലെ ആളുകൾക്ക് അറിയില്ല. കാരണം കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ അത് വളരെ വളരെ ലുബ്ധ കാട്ടുന്നു. അതേക്കുറിച്ച് പറയുന്ന ലോകമാധ്യമങ്ങൾ പോലും, BBC ആകട്ടെ, അൽ ജസീറ ആയിക്കൊള്ളട്ടെ, CNN ആയിക്കൊള്ളട്ടെ, ലോകമാധ്യമങ്ങൾ പോലും കാര്യമായ ശ്രദ്ധ പതിപ്പിച്ചതായി കാണുന്നില്ല. ഇവരെല്ലാം പറയുന്ന ഒരു പരിഭവം
എന്ന് പറയുന്നത് ന്യൂസ് ശരിയായ രീതിയിൽ ഫിൽട്ടർ ചെയ്ത് വെളിയിലേക്ക് വരുന്നില്ല എന്നതാണ്. അത് ശരിയായിരിക്കാം, പക്ഷേ ഇപ്പോൾ വലിയ അന്വേഷണ സാറ്റലൈറ്റ് പിക്ചേഴ്സ് ഉണ്ട്, ഒരുപാട് അന്വേഷണ സംവിധാനങ്ങളുണ്ട്, ഈ ഡെയർ ഡെവിൾസ് ആയിട്ടുള്ള ഈ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ സുഡാന്റെ കാര്യം വരുമ്പോൾ മെല്ലപ്പോക്കാണ്. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. മാധ്യമ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്, രാജ്യങ്ങൾ കാട്ടുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്, ഐക്യരാഷ്ട്ര സഭയിൽ വിഷയം എത്തുന്നത് പോലും തടയുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഗോഡ് ഫോർസേക്കൺ ലാൻഡായി പല ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ഭൂമിയെയും മനുഷ്യരെയും മാറ്റുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യ മനസാക്ഷി ഉണരേണ്ടതാണ്. ഷക്കീന ന്യൂസ് ഈ കാര്യം ഒരു ചർച്ചക്കായി എടുത്തു എന്ന് പറയുന്നത് വളരെ വളരെ വെൽക്കം ഒരു ട്രെൻഡായിട്ട് ഞാൻ കാണുകയാണ്. ഫാദർ റോബിൻ, ഇതുപോലെ ഇപ്പം വംശഹത്യകൾക്ക്, അതായത് ഈ ഇതുപോലെ ഈ ന്യൂനപക്ഷ വംശഹത്യകള് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ ആ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളുടെ ഒരു ഭാവി എന്തായിരിക്കും? നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് ഇപ്പൊ പറയാൻ പറ്റുക? ഇപ്പൊ സാറ് തീർച്ചയായിട്ടും അതൊരു പറയണല്ലേ, വളരെ അപകടം നിറഞ്ഞ അവസ്ഥയിലൂടെയാണല്ലോ ഈ ആഫ്രിക്കൻ പ്രദേശത്തെ ആ ഭൂഖണ്ഡത്തിലെ ഈ മൈനോറിറ്റീസ് കടന്നു പോവുക എന്ന് പറയുക. കാരണം അവർക്ക് എതിരെതിരെ നടക്കുന്ന ഒരു ആക്രമണങ്ങളെ ലോക മനസാക്ഷി കൊണ്ട് നേരിടുക എന്നുള്ളത് ഒരു അസാധ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ലോകത്തില് ഒരു രാജ്യം നടത്തുന്ന അധിനിവേശമോ അല്ലെങ്കിൽ വംശഹത്യയോ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുന്ന യുദ്ധം കൊണ്ടുവന്നതിനേക്കാൾ കൂടുതലായിട്ട് മറ്റ് രാജ്യങ്ങളുടെയും ലോക മനസാക്ഷിയുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അപ്പൊ ആ മേഖലയിലേക്ക് ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു സംരക്ഷണം അവർക്ക് കിട്ടേണ്ടതുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വാർത്തകൾ പോലും പുറത്തു വരാതിരിക്കുകയും ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ ടേബിളിൽ പോലും ഈ വിഷയം എത്തപ്പെടാതെ വരികയും ചെയ്യുമ്പോൾ അവിടെ എന്തുമാകാം, അവിടെ ചില മറകൾ ഉണ്ടെങ്കിൽ അവിടെ എന്തുമാകാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും സാവധാനം ആ മൈനോറിറ്റികൾ അവിടെ ഇല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഷെക്കീന ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക്, അതുപോലെ തന്നെ ഈ മൈനോറിറ്റികൾ പ്രതിദാനം ചെയ്യുന്ന അവരുടെ മറ്റ് തലങ്ങളിലുള്ള മേഖലകൾക്കുള്ളവർക്കൊക്കെ ഇത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം ലോകത്തിന് മുമ്പിൽ നമുക്കുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള മാധ്യമ വാർത്തകൾ പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള മറ്റ് സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ ക്രൈസ്തവ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഇതര മൈനോറിറ്റികളുടെ മാധ്യമങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങള് വാർത്തയാകുന്നില്ല, പുറംലോകം അറിയുന്നില്ല എന്ന കാരണം കൊണ്ട് അവിടെ എന്തുമാകാമെന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താ പറയുക അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ല. അതായത് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്കോ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവിടെ എന്തുമാകാമെന്ന് വിചാരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അത് ലോകത്തിനോട് മുമ്പ് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അവിടെയുള്ള മൈനോറിറ്റീസിന്റെ ഒരു സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയുള്ളൂ. അതല്ല എങ്കിൽ മൈനോറിറ്റീസ് പതുക്കെ പതുക്കെ ഇല്ലാതായി തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അത് കാരണം പലതാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള വിഭവങ്ങളുടെ ചൂഷണം പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ വിഭവങ്ങളോടൊപ്പം തന്നെ അവിടെയുള്ള മതപരമായ കാര്യങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള മറ്റ് ഒരുപാട് കാരണങ്ങൾ വലിയ മൈനോറിറ്റീസ് ചൂഷണം ചെയ്യപ്പെടുകയും അതിന് ആവശ്യമില്ലാത്തൊരു വർഗീയതയുടെ മുഖം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പം അമേരിക്കൻ പട്ടാളം അവരെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നു. അപ്പൊ ലോകം മുഴുവൻ തിരിയുന്ന അവർക്കെതിരെ തിരിയുന്നത്, അതായത് അവർക്ക് അമേരിക്കയായിട്ട് എന്തോ ഡീലിങ്സ് ഉണ്ട് എന്ന രീതിയിലേക്ക് പോവാ. അപ്പൊ അത് ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ പിക്ചേഴ്സ് ലോകത്തിന് മുമ്പിൽ കാര്യകാരണസഹിതം അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമ ധർമ്മത്തെ കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാനായിട്ട്, ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഷക്കീന വളരെ ഭംഗിയായിട്ട് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. ഇതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങൾ, ഇപ്പൊ ക്രൈസ്തവ മാധ്യമങ്ങൾ മാത്രമല്ല മറ്റ് മാധ്യമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ലോകത്തോട് മുഴുവൻ പറയാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഇതൊരു കേവലമായ ഒരു വർഗീയ കലാപമായിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ടോ ഒന്നും അല്ല. ഇത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അവിടെയുള്ള ജനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അത് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് വാർത്തയാകുന്നില്ല. അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടിനെ അത് അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടായിട്ട് കാണണം. അതൊരു വർഗീയതയായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. തന്നെയല്ല ഈ ഗാസയോടും അതുപോലെ തന്നെ പാലസ്തീൻ മേഖലയിലെ മറ്റ് ഇതര സംഭവങ്ങളോടും കാണിച്ച അതേ നിലപാട് ഈ സാധാരണ ജനത്തോട് കാണിക്കാനായിട്ട് കഴിയണം. മനുഷ്യന്റെ ചോരയുടെ നിറം എവിടെയായാലും ഒന്ന് തന്നെയാണ്. മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ ജീവൻ അത് എവിടെയായാലും ഒന്നാണ്. ഇപ്പൊ ഗാസയിലായാലും നൈജീരിയയിലായാലും സുഡാനിലായാലും മനുഷ്യന്റെ ജീവന് പകരം വെക്കാൻ വേറൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇതിനെ കാണുക, അത് ലോകത്തോട് പറയുക, ലോക മനസാക്ഷി ഉണർത്തുക, ബന്ധപ്പെടേണ്ട ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഔദ്യോഗികമായ ഇടങ്ങളിൽ, UN പോലുള്ള ഔദ്യോഗികമായ ഇടങ്ങളിൽ വിഷയം ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിയുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. അതിനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്.
ശരിക്കും ഈ ഇതുപോലുള്ള ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പട്ടിണി പാവങ്ങളുടെ ഒരു രാജ്യമാണ്. അവർക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി അത് ശരിക്കും ഒരു സംശയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ട്രൈബൽ ഗ്രൂപ്പുകളാണെങ്കിൽ പോലും ശരി, ഇപ്പൊ ഈ തമ്മിലടിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണെങ്കിലും ശരി, അവർക്ക് ഇതുപോലെ ഈ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുറത്തു നിന്നുള്ള സപ്പോർട്ട് വരുമ്പോൾ ശരിക്കും അത് മറ്റ് രാജ്യങ്ങളെ ഏത് തരത്തിൽ അത് ബാധിക്കും ചിലപ്പം. അതായത് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ അക്രമങ്ങൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ ബാഹ്യ ഇടപെടലുകൾ കാര്യമായിട്ട് നടക്കുമ്പോൾ അത് മറ്റ് രാജ്യങ്ങളെ, നമ്മൾ ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? എന്താണ് അതിന് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ ശ്രീ മോഹൻ വർഗീസ്? ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ കാര്യം സാഗൂതം വീക്ഷിക്കുകയാണ്. ഇന്ത്യ ഇതിനകത്ത് നേരിട്ട് ഇൻവോൾവ് അല്ല. ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അത് നമ്മൾ കണ്ടു. മുൻപ് പലസ്തീനിയൻ കോസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ചരിത്രപരമായ ഇന്ത്യയുടെ പോളിസി നമ്മൾ കണ്ടതാണ്. ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ നടമാറിയിരുന്ന വർണ്ണ വിവേചന നയം, അപ്പാർത്തീഡ് പോളിസിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കറുത്ത വർഗ്ഗക്കാരോടുള്ള ഐക്യദാർഢ്യം, ഇതെല്ലാം ഇഷ്യൂ ബേസ്ഡ് ആണ്. ഡിവൈഡഡ് പീപ്പിളിനോടുള്ള അല്ലെങ്കിൽ വിഭജിത സമൂഹത്തോടുള്ള ഐക്യദാർഢ്യം. കാരണം ഇന്ത്യ തന്നെ വിഭജനത്തിന്റെ മുറിപ്പാടുകൾ ഏറെ പേറിയ ഒരു രാജ്യം എന്ന നിലയിൽ തീർച്ചയായും നമുക്ക് ഈ ഗ്ലോബൽ സൗത്തിലെ വിഭജിത ജനതയോട് ഐക്യദാർഢ്യമുണ്ട്. ഇവിടെ ഇന്ത്യ ഈ കാര്യം വളരെയധികം ഗൗരവത്തോടെ സൂക്ഷിക്കുന്നു. പക്ഷേ നമുക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു വെസ്റ്റേൺ പവർ പൊളിറ്റിക്സിന്റെ ഒരു തിയേറ്റർ ഓഫ് കോൺഫ്ലിക്റ്റ് ആയി മാറുന്നു. ഇതിനകത്ത് റഷ്യൻ മെർസനറീസ് പലരും പോകുന്നത് ഈ രാജ്യങ്ങളിൽ നിന്ന്. ഇവിടെ ഈ ഫെയിൽഡ് സ്റ്റേറ്റ്, സുഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൊതുവെ നമ്മൾ പറയുന്നത് ഫെയിൽഡ് സ്റ്റേറ്റ് എന്നാണ്. അതായത് പരാജിത രാഷ്ട്രം. അവിടുത്തെ ഒരു നിയമവ്യവസ്ഥിതി, റൂൾ ഓഫ് ലോ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആരാണ് നിയന്ത്രണത്തിൽ എന്ന് പറയാനാവില്ല. ഇപ്പൊ രണ്ട് ചീഫ്റ്റൻസ് ആണ്, ഡഗാലോയും ആൽ ഫർഹാനും ചേർന്നാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. രണ്ടുപേരും പരസ്പരം കടിച്ചു കീറുന്ന ഒരു നിലപാടിലുമാണ്. ഈ സുഡാന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ഡാർഫൂർ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ ഭാഗങ്ങളുടെ ഡിഫാക്ടോ നിയന്ത്രണം യഥാർത്ഥത്തിൽ RSFനാണ്. അതേപോലെ കിഴക്കൻ സുഡാൻ, കിഴക്കൻ പ്രദേശങ്ങൾ സുഡാന്റെ നിയന്ത്രണം ഔദ്യോഗിക സേന എന്ന് പറയപ്പെടുന്ന സുഡാൻ ആംഡ് ഫോഴ്സസിനാണ്. ഇത് രണ്ടിന്റെയും നേതാക്കൾ അവരവരുടെ ഫീഫ്ഡമായി ഇത് വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ടു കൂട്ടരെയും സഹായിക്കാൻ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, നിഷ്പക്ഷമായി നിൽക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ശക്തരായ രാജ്യങ്ങളെ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സമൂഹം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരൊരു അറബ് യൂണിറ്റിയെ തകർക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം സൗദി അറേബ്യ അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ്, ഈജിപ്ത് അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ്, UAE അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ്. UAEയും സൗദിയും ടർക്കി ഈവൻ നെയ്റ്റോയിലെ അംഗരാജ്യമാണ്. ടർക്കിയും ഈജിപ്തും സൗദിയും എല്ലാം ഒരു വശത്തും UAE മറുവശത്തുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു രാജ്യത്തെയും പിണക്കാൻ അമേരിക്ക താല്പര്യപ്പെടുന്നില്ല. അത് മാത്രമല്ല അമേരിക്കയുടെ തന്നെ വാണിജ്യ താല്പര്യങ്ങൾ ഇതിൽ അന്തർലീനമാണ്. അതുകൊണ്ടാണ് ഒരു വിഷയം അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോവുക, പരമാവധി ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നിലനിർത്തുക, ദീർഘകാലത്തേക്ക് നിലനിർത്തുക. അതുവഴി തങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യങ്ങൾ, അത് മാത്രമല്ല ആയുധങ്ങൾ വിൽക്കാനുള്ള വലിയ വിപണിയാണ്. UAEയിൽ നിന്നും ഈ രണ്ട് രാജ്യങ്ങൾ വഴിയാണ്, ഒന്ന് റുവാണ്ട വഴിയും മറ്റൊന്ന് ചാഡ് എന്ന ഒരു പ്രധാനപ്പെട്ട ആഫ്രിക്കൻ സഹാറ മരുഭൂമിയിലെ രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ വഴിയാണ് സുഡാനിലേക്ക് അല്ലെങ്കിൽ RSFന്റെ കസ്റ്റഡിയിലേക്ക് ആയുധങ്ങൾ എത്തുന്നത്. അതുപോലെ ഈജിപ്തിന്റെ അതിർത്തി കടന്നുകൊണ്ടാണ്, സുഡാൻ അതിർത്തി കടന്നുകൊണ്ടാണ് ഈ സുഡാൻ ഫോഴ്സിന്, SAS സുഡാൻ ആംഡ് ഫോഴ്സിന് ആയുധങ്ങൾ എത്തുന്നത്. ഈ ആയുധങ്ങൾ കടത്തിക്കൊണ്ട് വരാനുള്ള വഴികൾ വളരെ സമർത്ഥമായി അടയ്ക്കാൻ അമേരിക്കക്ക് കഴിയും, അല്ലെങ്കിൽ നെയ്റ്റോ സഖ്യകക്ഷികൾ കഴിയും. അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ ഒട്ടകപ്പക്ഷി മണലിൽ തലപൂഴ്ത്തി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ, അവിടെ ഇന്ത്യക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നല്ലാതെ ഐക്യരാഷ്ട്ര സംഘടനയിൽ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ. ഓക്കെ, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സോഴ്സുകൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അതുപോലുള്ള ഇപ്പൊ ഗോൾഡ് അടക്കമുള്ള പലതിനും ഇതുപോലുള്ള വാറ് അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘർഷങ്ങളൊക്കെ ഇതുപോലുള്ള ഈ ഗോൾഡ് അടക്കമുള്ള സംഭവങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ലോകം മുഴുവൻ ലോക വിപണിയിൽ ഒരു വിലക്കയറ്റം, കൺട്രോൾ ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരു വിലക്കയറ്റവും അത് പിന്നെ മറ്റു പലതിനും ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു മാറ്റമൊക്കെ വരാൻ ചാൻസ് ഇല്ലേ?
ഉറപ്പായും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. കാരണം സ്വർണത്തിന്റെ വില ഒരു പവന് ഒരു ലക്ഷത്തോളം രൂപയുടെ അടുത്ത രീതിയിൽ എത്തി നിൽക്കാനുള്ള കാരണം ഈ വിപണിയിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് ഈ രൂപത്തിൽ നിൽക്കണം, ലോകത്തിന്റെ സ്റ്റാൻഡേർഡ്സ് ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികളെങ്കിലും ഉണ്ട്. സ്വർണ്ണ വ്യാപാരത്തിന്റെ ആഗോള തലസ്ഥാനം ദുബായിൽ നിന്നും മാറിപ്പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ ഗോൾഡിന്റെ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ടു UAE അത് എവിടെ നിന്നാണെങ്കിലും ശരി, അത് ഡാർഫറിൽ നിന്നാണെങ്കിലും ശരി, മറ്റേതെങ്കിലും ഭാഗത്തു നിന്നാണെങ്കിലും ശരി, അത് ഉറപ്പുവരുത്തണം. അതിന് ആഭ്യന്തരമായി അതത് രാജ്യങ്ങളിൽ ചോര ചിന്തണ്ടി വന്നാലും അത് സാരമില്ല എന്ന് ആലോചിക്കുന്നിടത്താണ് വിപണിക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിപണി സാധ്യതകൾ പരമാവധി മുതലെടുക്കാനായി രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ, അത് ഞാൻ UAE കുറിച്ച് മാത്രം പറയുന്നതല്ല, അത് അമേരിക്കയെ കുറിച്ചും UAE കുറിച്ചും മറ്റു പല രാജ്യങ്ങൾക്കും ഇതേ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, മെർസിനറീസ് ഏറ്റവും അധികം ഇപ്പൊ റഷ്യ ഉൾപ്പെടെയുള്ള ഉക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ഫൈറ്റിംഗ് ഫോഴ്സിന് ആളില്ല. ഇപ്പൊ ഇതാ നമ്മൾ കേൾക്കുന്നു, ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ മെർസിനറീസിനെ ഈ യുദ്ധത്തിൽ, റഷ്യൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. പുടിൻ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യയിൽ വരുന്നത്. കാരണം എണ്ണ വ്യാപാരം അമേരിക്കയുടെ ഒരു ഉപരോധം മറികടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ സാധ്യത ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് 10 ലക്ഷത്തോളം ഈ വർക്ക് ഫോഴ്സിനെ, ടെക്നിക്കലി സ്കിൽഡ്, പ്രൊഫഷണലി എക്വിപ്ഡ് ആൻഡ് ഓൾസോ മാനുവൽ ലേബർ ഫോഴ്സിനെ റഷ്യയിൽ എത്തിക്കുക എന്നതാണ്. റഷ്യൻ ഫോഴ്സുകളെല്ലാം തന്നെ ഈ അതിർത്തിയിലേക്ക് യുദ്ധത്തിന് പോയി കഴിഞ്ഞു. ആ രീതിയിൽ ഹ്യൂമൻ റിസോഴ്സിനെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുക. ആഫ്രിക്കയാണ് അതിന്റെ വലിയ ഒരു കാച്ച്മെന്റ് ഏരിയ. അവിടെ പൊറുതിമുട്ടുന്ന, ആഹാരം കിട്ടാനായിട്ട് സാധിക്കാതെ വരുന്ന ആളുകൾ, സുഡാനിലെയും നൈജീരിയയിലും ഉൾപ്പെടെയുള്ള ആളുകൾ, അത് സബ് സഹാറൻ ആഫ്രിക്കയിൽ ഒരുപാട് രാജ്യങ്ങളിൽ വലിയ രീതിയിൽ കൊടിയ ദാരിദ്ര്യമാണ്. ഇതെല്ലാം തന്നെ നിലനിൽക്കേണ്ടത് യുദ്ധക്കുതിയന്മാരായ ചില രാജ്യങ്ങളുടെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് വിഭവങ്ങൾ മാത്രമല്ല, മനുഷ്യ വിഭവവും പ്രകൃതി വിഭവവും എല്ലാം തന്നെ പരമാവധി ചൂഷണം ചെയ്യുക എന്ന നവലിബറൽ സമീപനത്തിന്റെ ഒന്നാം തരം ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ. വളരെ നന്ദി. എന്തായാലും ഒരു കോണിൽ സമാധാനം ഉദിക്കുമ്പോൾ മറുകോണിൽ സമാധാനം അസ്തമിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പൊ ലോകം മുഴുവനും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലോ സുഡാനിലോ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിലെയും കലാപങ്ങളിലെയും നിസ്സഹാരായ സാധാരണ ജനങ്ങളുടെ വേദന എല്ലാം ഒരുപോലെയാണ്. എന്നാൽ അന്താരാഷ്ട്ര സമൂഹം എടുക്കുന്ന നിലപാടുകളും പ്രതികരണങ്ങളും ഒരുപോലെ അല്ല താനും. ഇതിൽ നിന്നും വ്യക്തമാകുന്ന മതത്തിന്റെ പേരിൽ നടക്കുന്ന തീവ്രവാദവും രാഷ്ട്രീയ ഇരട്ടത്താപ്പും എത്ര അപകടമാണ് എന്ന് തന്നെയാണ്. ലോകസമാധാനവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കാൻ ഞാനടക്കമുള്ള നമ്മളെല്ലാവരും പിന്തുണ നൽകേണ്ടത് തീവ്രവാദത്തിനല്ല, അല്ലെങ്കിൽ അക്രമത്തിനോ അശാന്തിക്കോ അല്ല, മനുഷ്യജീവിതത്തിനും സത്യത്തിനുമാണ്. അതാണ് യഥാർത്ഥ നീതി. ഇന്നത്തെ 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ ചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.